ദുർമന്ത്രവാദം മുതൽ അന്ധവിശ്വാസത്തിന്റെ പേരുള്ള ഡിജിറ്റൽ മാധ്യമങ്ങളുടെ ഉപയോഗം വരെ നിയന്ത്രണ വിധേയം ആകാനുള്ള ഒരു നിയമങ്ങൾ ആലോചിക്കുകയാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ. അമാനുഷികമായ ശക്തിയുടെ പേരും പറഞ്ഞ് പല സ്ഥാപനങ്ങളും രോഗശാന്തിയും ജോലിയും ഒക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ അവകാശവാദത്തിന്റെ ഒപ്പം തന്നെ സോഷ്യൽ മീഡിയ വഴിയുള്ള അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ദുരുപയോഗവും അടക്കമുള്ള കാര്യങ്ങൾ നിയമപരിധിക്കുള്ളിൽ ആക്കുന്നതിന് വേണ്ടി ദുർമന്ത്രവാദവും അന്ധവിശ്വാസവും തടയുന്നതിനുള്ള നിയമനിർമ്മാണത്തിന് ഒരു സമിതി രൂപീകരിച്ചിരുന്നു. ആ സമിതിയുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ആലോചന ചേർന്നിരിക്കുകയാണ് ഇപ്പോൾ. വിശ്വാസത്തിനെയും അന്ധവിശ്വാസത്തിനെയും വേർതിരിക്കുന്നതിന് വേണ്ടി സമൂഹത്തിൽ ദോഷമായി കാണുന്ന ഏകദേശം 34 വിഷയങ്ങളെ കുറിച്ചാണ് ഇപ്പോൾ സമിതി പരിഗണിച്ചു കൊണ്ടിരിക്കുന്നത്. അന്ധവിശ്വാസത്തെ നിർവചിക്കുന്നതിനുള്ള ക്ലാരിറ്റി കുറവിനെ തുടർന്ന് VS കാലത്തെ തന്നെ ഇത്തരത്തിലുള്ള ആലോചനകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നെങ്കിലും ആ ബില്ലിന് അന്ന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. പിണറായി സർക്കാരിന്റെ കാലത്തും മത ആചാരങ്ങളെയും വിശ്വാസങ്ങളും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുമോ, അതൊരു പ്രശ്നമാകുമോ എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് വരും എന്നുള്ളത് കൊണ്ട് അവരും ആ കാര്യത്തിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ കേരള യുക്തിവാദി സംഘം നൽകിയ ഒരു കേസിലെ നടപടിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യം പെട്ടെന്ന് ചർച്ചയ്ക്ക് വരികയും ഈ ഒരു നിയമത്തിന് ലൈഫ് ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. ഗുരുതരം, മിതമായത്, സാമ്പത്തികമായി ജനങ്ങളെ ചൂഷണം ചെയ്യുന്നത് എന്നിങ്ങനെ പല രീതിയിൽ തരംതിരിച്ചാകും ഇത്തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാരങ്ങളെ വിശകലനം ചെയ്യാൻ പോകുന്നത്. ഗുരുതരം എന്ന് കണക്കാക്കപ്പെടുന്ന കാറ്റഗറിയിൽ നമ്മൾ വിചാരിക്കുന്നതിലും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുക. അന്ധവിശ്വാസത്തിന്റെ പേരിലുള്ള ക്രൂരതകളാണ് അതിനകത്ത് വരുന്നത്. നരബലി പോലുള്ള പ്രാകൃതമായ ചടങ്ങുകളാണ് ഇതിനകത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എലത്തൂർ നരബലി കേസ്, കമ്പത്താന ഫാമിലി മർഡർ കേസ്, കട്ടപ്പന ഇരട്ട കൊലപാതകം, ഇതെല്ലാം ഇത്തരത്തിൽ അന്ധവിശ്വാസത്തിന്റെ പേരിൽ കേരളത്തിൽ നടന്നിട്ടുള്ള കൊലപാതകങ്ങളാണ്. അതിന്റെ ഒപ്പം ജീവന് ഭീഷണിയാകുന്ന വിധത്തിൽ ശരീരത്തിന് പരിക്കേൽപ്പിക്കുക, ചടങ്ങുകളുടെ ഭാഗം ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ദേഹത്ത് മുറിവ് ഏൽപ്പിക്കുക, കർമ്മങ്ങളുടെ പേരിൽ കുട്ടികളെ ചൂഷണം ചെയ്യുക, ഇത്തരത്തിൽ ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതുമാണ്. ഇതിന്റെ ഒപ്പം തന്നെ ആചാരങ്ങളുടെ പേരിലുള്ള ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, ജീവനോടെ കുഴിച്ചിടുന്നത്, ശ്വാസം മുട്ടിക്കുക, ഇതെല്ലാം ഈ സീരിയസ് ആയിട്ടുള്ള ഒരു ക്രൈം ആയിട്ട് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള സെക്ഷനിലാണ് അത് ഇവർ ഉൾപ്പെടുത്താൻ പരിഗണിക്കുന്നത്. പൊതുജീവൻ ലഭിക്കുന്നതിന് വേണ്ടി കുടുംബാംഗങ്ങളൊക്കെ കൊലപ്പെടുത്തി ആത്മഹത്യ ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ കാണുന്നതാണ് നമ്മുടെ നാട്ടിൽ. അപ്പം അതുകൊണ്ടുകൂടി ഈ ഗുരുതരം എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ അത്തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും ഡീൽ ചെയ്യുക. രണ്ടാമത്തെ സെക്ഷൻ മിതമായി ഉള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതിൽ വരുന്നതാണ് ബാധ ഒഴിപ്പിക്കുക, അല്ലെങ്കിൽ ബാധ ഒഴിപ്പിക്കുക എന്നതിന്റെ പേരിൽ ശാരീരികമായി പീഡിപ്പിക്കുക, ഭൂതത്തെ ശരീരത്തിൽ നിന്ന് ഒഴിപ്പിക്കുക എന്നൊക്കെയുള്ള പേരിൽ രോഗികളുടെ ചികിത്സ വൈകിപ്പിക്കുക, സ്ത്രീകളെ അപമാനിക്കുക, ആളുകളെ വരുതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് ലഹരി നൽകുക, ഇതൊക്കെയാണ് മിതമായി എന്ന് കരുതുന്ന ഒരു സെക്ഷനിൽ വരിക. സാമ്പത്തിക ചൂഷണമാണ് നമ്മൾ പറയുന്ന മറ്റൊരു കാറ്റഗറി. ഈ സാമ്പത്തികമാണ് വളരെ മാർക്കറ്റ് തന്നെയുള്ള അന്ധവിശ്വാസത്തിന്റെ ഒരു ഫീൽഡ് എന്ന് പറയുന്നത്. ഇതിൽ വരുന്നത് അമാനുഷിക ശക്തി ഉണ്ടെന്നും മറ്റും പറഞ്ഞുകൊണ്ട് പണം പിടിച്ചു വാങ്ങുക, ബ്ലാക്ക് മാജിക് നടത്തി രോഗനിർണയം സാധ്യമാണെന്ന് പറയുക, മരിച്ചുപോയ ആളുകളുടെ പേരിൽ ഭയപ്പെടുത്തിയും അല്ലാതെയും അയാളുടെ ബന്ധുക്കളെ ചൂഷണം ചെയ്തുകൊണ്ട് പണം തട്ടുക, അത്ഭുത രോഗശാന്തി അവകാശപ്പെടുക, അമാനുഷിക നിധിയുടെയോ നേട്ടത്തിന്റെയോ ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ഉള്ള അവകാശവാദങ്ങളും അനുഗ്രഹ വസ്തുക്കളുടെ വിൽപ്പനയും ഒക്കെ ഇതിനകത്ത് വരുന്ന കാര്യങ്ങളാണ്. അതിന്റെ ഒപ്പം തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഡിജിറ്റൽ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അത്ഭുതങ്ങൾ സംഭവിച്ചു എന്ന രീതിയിലുള്ള പ്രചരണവും അന്ധവിശ്വാസങ്ങളെ സംബന്ധിച്ചുള്ള വ്യാജ പരസ്യവും എല്ലാം സാമ്പത്തിക ചൂഷണം എന്ന സെക്ഷനിൽ വന്നു പോകുന്ന കാര്യങ്ങളാണ്. വിശ്വാസത്തെ ചോദ്യം ചെയ്യുകയല്ല, ആളുകളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അത്ഭുത രോഗശാന്തിയും രോഗനിർണയവും ഒക്കെ വാഗ്ദാനം ചെയ്ത് ജനങ്ങളെ നശിപ്പിക്കുന്നവരിലേക്ക് വിരൽ ചൂണ്ടാൻ മാത്രമായിരിക്കും ഈ നിയമം ഉണ്ടാവുക. അന്ധവിശ്വാസ നിരോധന നിയമം കേരളത്തിൽ എത്തരത്തിലാണ് വരാൻ പോകുന്നതും എന്ത് മാറ്റമാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നതെന്നും നമുക്ക് കാത്തിരുന്ന് കാണാം.